വെൽക്കം ടു മൈ ചാനൽ കെമിസ്ട്രി കാരൻ. ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, ദാറ്റ് ഈസ് ഇക്വലന്റ് മാസ് കോൺസെപ്റ്റ്. നമ്മൾ ലാസ്റ്റ് വീഡിയോസിൽ മോൾ കോൺസെപ്റ്റും അതിൻ്റെ ആപ്ലിക്കേഷൻസും ചെയ്തതാണ്. ഇപ്പോൾ സ്റ്റുഡൻസ് പറയുന്ന ഒരു ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇക്വലന്റ് മാസ് കോൺസെപ്റ്റ് എന്ന് പറയുന്നു. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ മോൾ കോൺസെപ്റ്റ് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇക്വലന്റ് മാസ് കോൺസെപ്റ്റും അതുപോലെ തന്നെ സിമ്പിളാണ്, പക്ഷേ അതിനേക്കാൾ എളുപ്പമാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മോൾ ഇക്വലന്റ് മാസ് എന്താണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്, അതിൻ്റെ ഇക്വലന്റ് മാസ് കണ്ടുപിടിക്കാനുള്ള സ്റ്റാൻഡേർഡ് എലമെൻറ്റുകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഒരു ചെറിയ ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പോൾ ജൂൺ തൊട്ടിട്ട് നമ്മൾ ഒരു ടോപ്പിക്കിൻ്റെ തന്നെ 2 വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒന്ന്, ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഇക്വലന്റ് മാസ് ആണെങ്കിൽ ഇക്വലന്റ് മാസ് മലയാളം, ഇക്വലന്റ് മാസ് ഇംഗ്ലീഷ്. കാരണം ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ സ്റ്റുഡൻസിനെ മാത്രമാണ്, അതായത് മലയാളി സ്റ്റുഡൻസ്, കേരളത്തിലുള്ള കുട്ടികളെ ഉദ്ദേശിച്ച് മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ മലയാളത്തിൽ പറയുന്നതും മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും. അപ്പോൾ ഈ മലയാളത്തിലുള്ള എക്സ്പ്ലനേഷൻ ഒരിക്കലും ഞാൻ നിർത്തത്തില്ല. നമ്മളുടെ മാതൃഭാഷയാണ് ഞാൻ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ നാട്ടിലെ ഉള്ള ആളുകൾക്ക് മലയാളത്തിൽ ഇങ്ങനൊരു സംരംഭം അധികം കാണാത്തത് കൊണ്ട് അങ്ങനെ ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് തുടങ്ങിയ ചാനലായതുകൊണ്ട് മലയാളം ഞാൻ നിർത്തില്ല. പക്ഷേ ജൂൺ തൊട്ടിട്ട് ഒരു ടോപ്പിക്കിൻ്റെ തന്നെ 2 വീഡിയോ അപ്ലോഡ് ചെയ്യും, ഒന്ന് മലയാളത്തിലും ഒന്ന് ഇംഗ്ലീഷിലും. അത് നിങ്ങളൊരു അറിയിപ്പായിട്ട് എടുത്തോണം. അത് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറയാൻ മറന്നുപോയതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് ഇക്വലന്റ് മാസ്. ഇക്വലന്റ് മാസ് നമ്മൾ കോൺസെപ്റ്റ് പറയുന്നതിന് മുമ്പ് ഒരു ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ആൾ, അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് എലമെൻ്റാണ്. എലമെൻറ്റുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് കോമ്പൗണ്ടുകൾ ഉണ്ടാവുക. നമ്മൾ ആദ്യം ഒരു എലമെൻറ്റിൻ്റെ ഇക്വലന്റ് മാസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. എലമെൻറ്റിൻ്റെ ഇക്വലന്റ് മാസ്, ഞാനിതുവരെ ഇക്വലന്റ് മാസ് എന്നുള്ളതിൻ്റെ മീനിങ്ങോ അതിൻ്റെ കോൺസെപ്റ്റോ പറഞ്ഞിട്ടില്ല, അതിപ്പോൾ പറയാൻ പറ്റില്ല. ഞാൻ ആദ്യം ഒരു എലമെൻറ്റിൻ്റെ ഇക്വലന്റ് മാസ് കണ്ടുപിടിക്കുന്ന രീതി പറയാൻ പോവാണ്. ഞാനിപ്പം നിങ്ങൾ നോക്കുക, അലുമിനിയം എന്ന് പറയുന്ന ഒരു എലമെൻ്റാണ്. അലുമിനിയം ഈസ് വൺ ഓഫ് ദി എലമെൻറ്റ്. ഇനി ഈ അലുമിനിയത്തിൻ്റെ അറ്റോമിക് മാസ് നിങ്ങൾക്കറിയാം അല്ലേ? അലുമിനിയത്തിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 27 ഗ്രാം ആണോ യു ആണോ? ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് യു. കാരണം ഗ്രാം എന്ന് എഴുതി കഴിഞ്ഞാൽ അത് അറ്റോമിക് മാസ് അല്ല, അത് മോളാർ മാസ് ആണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പലതവണ പറഞ്ഞിട്ടുണ്ട്. അറ്റോമിക് മാസ് എന്ന് പറയുമ്പോൾ ഒരാളുടെയാണ്, അത് നിങ്ങൾ AMUൽ റിപ്പോർട്ട് ചെയ്യണം. മറ്റേത് മോളാർ മാസ് ആണ്. സോ അറ്റോമിക് മാസ് ഓഫ് അലുമിനിയം 27 യു നമുക്കറിയാം. ഈ വാല്യൂ ഒരിക്കലും മാറില്ല, കാരണം അലുമിനിയത്തിൻ്റെ അറ്റോമിക് മാസ് ഈസ് ഓൾവേസ് എ കോൺസ്റ്റന്റ് വാല്യൂ, ഒരിക്കലും മാറില്ല. ഇനി അലുമിനിയത്തിൻ്റെ വാലൻസി എന്ന് പറയുന്നത് നമുക്കറിയാം എത്രയാ? 3 നിങ്ങൾ +3 എന്ന് പറയരുത് കേട്ടോ, കാരണം വാലൻസിക്ക് നമ്മൾ സൈൻ പറയില്ല. +3 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേര് മാറി അത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്നറിയപ്പെടും. അപ്പോൾ വാലൻസി എന്ന് പറയുന്നത് 3 ആണ്. ഈ അലുമിനിയത്തിന് വേറെ ഏതെങ്കിലും വാലൻസി ഉണ്ടോ? ഇല്ല. അലുമിനിയത്തിന് ആകെ ഒരു വാലൻസി ഉള്ളൂ, ഏത് മാത്രം? 3 മാത്രം. അങ്ങനെയാണെങ്കിൽ ഇക്വലന്റ് മാസ് ഓഫ് അലുമിനിയം എന്ന് പറയുന്നത് 9 ആയിരിക്കും. 9U ആയിരിക്കും. ഒന്നുകൂടെ പറയാം, അറ്റോമിക് മാസ് ഓഫ് അലുമിനിയം 27 U ആണ്, വാലൻസി 3 ആണെങ്കിൽ ഇക്വലന്റ് മാസ് ഇക്വലന്റ് മാസ് ഈക്വൽ ടു 9U. അങ്ങനെയാണെങ്കിൽ ഈ 27ഉം 3ഉം 9ഉം എങ്ങനെയാണ് റിലേറ്റ് ചെയ്തേക്കുന്നത്? വിച്ച് ഈസ് ഈക്വൽ ടു 27U ഡിവൈഡഡ് ബൈ 3 അല്ലേ? ഇത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് കിട്ടിയത്? 9U. അങ്ങനെയാണെങ്കിൽ ഒരു എലമെൻറ്റിൻ്റെ ഇക്വലന്റ് മാസ് എന്നുള്ളതിന് ഞാൻ എളുപ്പത്തിന് എന്ന് കൊടുക്കാൻ പോവാണ്. അതിൽ ഇക്വലന്റ് മാസ് ഓഫ് എലമെൻറ്റ് ഈക്വൽ ടു ഒരു എലമെൻറ്റിൻ്റെ ഇക്വലന്റ് മാസ് കണ്ടുപിടിക്കാൻ വേണ്ടി അപ്പോൾ എന്ത് ചെയ്താൽ മതി? ആ എലമെൻറ്റിൻ്റെ അറ്റോമിക് മാസിനെ അതിൻ്റെ തന്നെ വാലൻസി വെച്ച് ഡിവൈഡ് ചെയ്യണം. സോ ഇക്വലന്റ് മാസ് ഓഫ് എലമെൻറ്റ് ഈക്വൽ ടു അറ്റോമിക് മാസ് ഡിവൈഡഡ് ബൈ വാലൻസി. അപ്പോൾ ഇക്വലന്റ് മാസ് ഓഫ് എലമെൻറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലായി. ഇനി നിങ്ങളൊന്ന് ആലോചിക്കുകയെ, ഈ വാലൻസി എന്ന് പറയുന്നത് അലുമിനിയത്തിനാണ് കോൺസ്റ്റൻറ്റ് 3 പക്ഷേ കോപ്പറിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ അലുമിനിയം മാറ്റിയിട്ട് കോപ്പർ എടുത്തു. കോപ്പറിന് 2 വാലൻസി ഉണ്ട്, 1ഉം 2ഉം. ഇഫ് ദി വാലൻസി ഈസ് 1, അറ്റോമിക് മാസ് എത്ര കോപ്പറിൻ്റെ? അറ്റോമിക് മാസ് ഓഫ് കോപ്പർ ഇസ് ഈക്വൽ ടു 63.5U ആണ്. ഇനി കോപ്പറിൻ്റെ വാലൻസി 1 ആയിട്ട് എടുത്താൽ ഇയാളുടെ ഇക്വലന്റ് വെയിറ്റ് 63.5. കോപ്പറിൻ്റെ വാലൻസി 2 ആണെങ്കിൽ ഇയാളുടെ ഇക്വലന്റ് വെയിറ്റ് 63.5 ഡിവൈഡഡ് ബൈ 2. അങ്ങനെയാണെങ്കിൽ പറ, കോപ്പർ എന്ന് പറയുന്ന എലമെൻറ്റിനെ ഇക്വലന്റ് മാസ്
കോൺസ്റ്റന്റ് ആണോ? അല്ല, വേരിയബിൾ ആണ്. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ വാലൻസി. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഇക്വലന്റ് മാസ് ഓഫ് an element is not a constant value because elements may have variable valency. വേരിയബിൾ വാലൻസി ഉള്ള എലമെന്റുകൾക്ക് ഇക്വലന്റ് മാസ് കോൺസ്റ്റന്റ് ആയിട്ട് വരില്ല. പക്ഷേ വാലൻസി കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇക്വലന്റ് മാസും കോൺസ്റ്റന്റ് ആയിരിക്കും. ഇപ്പം ഒരു പ്രോബ്ലത്തിനകത്ത് നിങ്ങൾക്ക് അലുമിനിയത്തിന്റെ ഇക്വലന്റ് മാസ് കണ്ടുപിടിക്കാൻ ചോദിച്ചു. നിങ്ങൾ അലുമിനിയത്തിന്റെ ഇക്വലന്റ് മാസ് കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കാൻ നിൽക്കണ്ട. കാരണം അലുമിനിയത്തിന് ആകെ ഒരു ഇക്വലന്റ് മാസ് ഉള്ളൂ, ദാറ്റ് ഇസ് 9u, ബിക്കോസ് ഇറ്റ്സ് വാലൻസി ഇസ് എ കോൺസ്റ്റന്റ്, ദാറ്റ് ഇസ് 3. അങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എലമെന്റിന്റെ ഇക്വലന്റ് മാസ് കണ്ടുപിടിക്കാൻ മനസ്സിലായി വിചാരിക്കുന്നു. ഇക്വലന്റ് മാസ് ഓഫ് എലമെന്റ് ഈക്വൽ ടു അറ്റോമിക് മാസ് ബൈ വാലൻസി. ഇനി ഞാൻ ഇക്വലന്റ് മാസ്, ബാക്കിയുള്ള ആൾക്കാരുടെ ഇക്വലന്റ് മാസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾക്ക് 3 സ്റ്റാൻഡേർഡ് എലമെന്റുകളുണ്ട്. ആ 3 സ്റ്റാൻഡേർഡ് എലമെന്റുകൾ ഞാൻ ഹൈഡ്രജൻ, ഓക്സിജൻ, ക്ലോറിൻ, ഈ 3 പേരെ എടുക്കുവാണ്. കാരണം പീരിയോഡിക് ടേബിളിൽ ഏറ്റവും കൂടുതൽ ആളുകളുമായിട്ട് റിയാക്ട് ചെയ്യുന്ന എലമെന്റുകൾ ആണ് ഹൈഡ്രജനും ഓക്സിജനും ക്ലോറിനും. പീരിയോഡിക് ടേബിളിൽ ഒരുപാട് ആളുകളുമായിട്ട് റിയാക്ട് ചെയ്യുന്ന 3 എലമെന്റുകളാണ് ഹൈഡ്രജൻ, ഓക്സിജൻ ആൻഡ് ക്ലോറിൻ. അതുകൊണ്ടാണ് നമ്മൾ ഈ 3 എലമെന്റിനെ കൺസിഡർ ചെയ്യുന്നത്. ഇനി നിങ്ങൾ പറഞ്ഞോ, ഈ ഓരോ എലമെന്റിന്റെയും അറ്റോമിക് മാസ് എത്രയാണെന്ന് പറയാം? ഇത് 1u, 16u, 35.5u അല്ലേ? യു ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, അത് റിലേറ്റീവ് മാസ് അല്ലേ. 1, 16 ആൻഡ് 35.5. ഇനി ഓരോ എലമെന്റിന്റെ വാലൻസ് പറ. ഹൈഡ്രജന്റെ 1, ഓക്സിജന്റെ 2, ക്ലോറിൻ അഗെയിൻ 1. അങ്ങനെയാണെങ്കിൽ ഓരോ എലമെന്റിന്റെ ഇക്വലന്റ് മാസും കൂടെ പറഞ്ഞു. എത്രയാ? 1/1 1, 16/2 8, 35.5 by 1 35.5. അങ്ങനെയാണെങ്കിൽ ഈ 3 എലമെന്റിന്റെ ഇക്വലന്റ് മാസ് നിങ്ങൾ ഓർത്ത് വെച്ചോണം. പറഞ്ഞു, ഹൈഡ്രജന്റെ ഇക്വലന്റ് മാസ് 1, ഓക്സിജന്റെ ഇക്വലന്റ് മാസ് 8, ക്ലോറിന്റെ ഇക്വലന്റ് മാസ് 35.5. ഒന്നുകൂടെ, ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1, ഇക്വലന്റ് മാസ് 1, ഓക്സിജന്റെ അറ്റോമിക് മാസ് 16, ഇക്വലന്റ് മാസ് 2, ക്ലോറിന്റെ അറ്റോമിക് മാസ് 35.5, ഇക്വലന്റ് മാസ് 35.5. അപ്പോൾ ഈ 3 പേരുടെ വാല്യൂ നിങ്ങൾ ഓർത്തോണം കേട്ടോ. അപ്പോൾ ചോദിക്കാം, ഇത് ഹൈഡ്രജന്റെ ഇക്വലന്റ് മാസ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജന്റെ 1 ഇക്വലന്റ്. ഇത് ഓക്സിജന്റെ ഇക്വലന്റ് മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജന്റെ 1 ഇക്വലന്റ്. ഇത് ക്ലോറിന്റെ ഇക്വലന്റ് മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോറിന്റെ 1 ഇക്വലന്റ്. ഭയങ്കര എളുപ്പമാണോ ഒന്ന് നോക്കിയേ. ഇപ്പം നിങ്ങൾ എന്താ പറയുക, അലുമിനിയം 27 ഗ്രാം. ഇത് അലുമിനിയത്തിന്റെ എന്താ? മോളാർ മാസ്. അതുകൊണ്ട് ഇത് അലുമിനിയത്തിന്റെ 1 മോൾ. സോ അലുമിനിയത്തിന്റെ ഇക്വലന്റ് മാസ് 9 ഗ്രാം അല്ലേ? നമ്മളിത് എന്ത് വിളിക്കും? അലുമിനിയത്തിന്റെ ഇക്വലന്റ് മാസ് ആണ് 9 ഗ്രാം. അങ്ങനെയാണെങ്കിൽ 1 ഇക്വലന്റ് ഓഫ് അലുമിനിയം 9 ഗ്രാം. ഓക്കെ, അതുപോലെ ഇപ്പോൾ പറഞ്ഞു ഇവിടെ 1, 8, 35.5 ഇത് ഇക്വലന്റ് മാസാണ്. ഇനി ഞാനിവിടെ യൂണിറ്റ് ഇട്ടിട്ടില്ല. ഇനി ഞാൻ ഇതിന് 1 ഗ്രാം, 8 ഗ്രാം, 35.5 ഗ്രാം എന്ന് എഴുതാൻ പോവുക. അങ്ങനെ എഴുതുമ്പോൾ ഓർത്തോണം, ഇതും തമ്മിൽ ന്യൂമറിക്കൽ വാല്യൂ മാത്രമേ സിമിലർ ഉള്ളൂ. വാല്യൂ ഇവിടെ ഇവിടെ ഗ്രാം എഴുതുമ്പോൾ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേര് ഇപ്പം നോക്കിയേ, ഇത് ഇക്വലന്റ് മാസ് തന്നെയാണ്. പക്ഷെ നമ്മൾ എന്തിലാണ് എക്സ്പ്രസ് ചെയ്തേക്കുന്നത്? ഗ്രാം. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേര് ഗ്രാം ഇക്വലന്റ് മാസ്. ഒന്നുകൂടെ പറയാം, ഗ്രാമിലാണ് ഇക്വലന്റ് മാസ് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഗ്രാം ഇക്വലന്റ് മാസ്. അപ്പോൾ ഇനി നമ്മൾ ഫുള്ള് ഗ്രാം ഇക്വലന്റ് മാസിനെ കുറിച്ചാണ് പറയാം. ഇപ്പോൾ ഗ്രാം ഇക്വലന്റ് മാസ് എന്നുള്ള സ്ഥലത്ത് നിങ്ങൾ ഇക്വലന്റ് മാസ് പറഞ്ഞോർത്ത് പെട്ടെന്ന് തെറ്റൊന്നുമില്ല. നിങ്ങൾ മനസ്സിലോർത്താൽ മതി, രണ്ടും രണ്ടാണ്. പക്ഷെ നിങ്ങൾ അറിയാണ്ട് ഇപ്പോൾ ഇക്വലന്റ് മാസ് പറഞ്ഞാലും വലിയ വിഷയമൊന്നുമില്ല. ഇപ്പോൾ 1 ഗ്രാം, 8 ഗ്രാം, 35.5 ഗ്രാം എന്ന് പറയുന്നത് ഗ്രാം ഇക്വലന്റ് മാസ് ആണ്. ഇപ്പോൾ ഒന്നുകൂടെ പറയാം, നമ്മളുടെ 3 സ്റ്റാൻഡേർഡ് എലമെന്റുകളെ നമ്മൾ സെലക്ട് ചെയ്യാൻ കാരണം എന്നാൽ ആ 3 പേരാണ് പീരിയോഡിക് ടേബിളിൽ ഏറ്റവും കൂടുതൽ ആളുകളുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. അതിൽ ഹൈഡ്രജൻ, ഓക്സിജൻ, ക്ലോറിൻ. അവരുടെ ഇക്വലന്റ് മാസ് പറ 1, 8, 35.5. ഗ്രാം ഇക്വലന്റ് മാസ് 1 ഗ്രാം, 8 ഗ്രാം, 35.5 ഗ്രാം. ഹൈഡ്രജന്റെ 1 ഇക്വലന്റ് 1 ഗ്രാം, ഓക്സിജന്റെ 1 ഇക്വലന്റ് 8 ഗ്രാം, ക്ലോറിന്റെ 1 ഇക്വലന്റ് 35.5 ഗ്രാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കണം, നമ്മളെ സ്റ്റാൻഡേർഡ്. ഇനി നമ്മൾ എലമെന്റിന്റെ ഇക്വലന്റ് മാസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി. ഇനി വേറെ ഏത് ആളുകളുടെയും ഇക്വലന്റ് മാസ് കണ്ടുപിടിക്കുന്നത് നമ്മളുടെ ഈ സ്റ്റാൻഡേർഡുകൾ ഉപയോഗിച്ചാണ്. ആരെയൊക്കെ? ഹൈഡ്രജനെയും അതുപോലെ ഓക്സിജനെയും ക്ലോറിനെയും ഉപയോഗിച്ചാണ്. അപ്പം ഞാനത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ പോവാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടോണം, അപ്പോൾ പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പം ഞാൻ ഒരു വെസലിൽ ഒരു കോമ്പൗണ്ട്, ഇപ്പം നമ്മളുടെ കോമ്പൗണ്ട് എക്സ് ആയി അരച്ചോ, ഇത് എക്സ് ആണ്. ഇയാളുടെ ഇക്വലന്റ് മാസ് അറിയില്ല. ഇക്വലന്റ് മാസ് നമുക്കറിയില്ല. ഹൈഡ്രജൻ എക്സിൻ്റെ ഇക്വലന്റ് മാസ് അറിയില്ല. അപ്പോൾ ഇയാളുടെ ഇക്വലന്റ് മാസ് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ 3 സ്റ്റാൻഡേർഡുകളുണ്ട്. ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്. അപ്പം ഞാൻ ഇതിനെ ഹൈഡ്രജൻ വെച്ച് റിയാക്ട് ചെയ്യാൻ പോവാണ്. ഹൈഡ്രജൻ വെച്ച് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ എക്സിൻ്റെ ഇക്വലന്റ് വെയിറ്റ് നിങ്ങൾക്കറിയില്ല. ഹൈഡ്രജൻ വെച്ച് റിയാക്ട് ചെയ്യുമ്പം ഉണ്ടാകുന്ന ഒരു കോമ്പൗണ്ട് XH എന്നാന്ന് വിചാരിക്കാം. ഇതൊരു കോമ്പൗണ്ടാണ്. അപ്പം ഞാൻ ഈ കോമ്പൗണ്ടിനെ അനലൈസ് ചെയ്തപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം,
എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8 gram ഹൈഡ്രജൻ റിക്വയേഴ്സ് 50 gram എക്സ് കേട്ടോ. 8 gram ഹൈഡ്രജൻ റിക്വയർ 40 gram എടുക്കാം, നമുക്ക് ഡിവൈഡ് ചെയ്യാൻ എളുപ്പത്തിന്. ഞാൻ പറ 8 gram ഹൈഡ്രജൻ കറസ്പോണ്ട്സ് ടു 40 gram എക്സ് എന്ന് വെച്ചാൽ മീനിങ് എന്നാ, എക്സ് എച്ച് എന്ന് പറയുന്നൊരു കോമ്പൗണ്ട് ഉണ്ടായപ്പം 8 gram ഹൈഡ്രജൻ ഇവിടെ നിന്നുള്ള 40 gram എക്സുമായിട്ട് കമ്പൈൻ ചെയ്തു. ഇതാണ് നിങ്ങളുടെ അനാലിസിസിൽ നിന്ന് കിട്ടിയ ഒരു വാല്യൂ. അപ്പം ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുവാണ് കേട്ടോണം. എക്സിൻ്റെ ഇക്വലൻ വെയിറ്റ് നമുക്ക് അറിഞ്ഞുകൂടാ, അതിനായിട്ട് നമ്മൾ എക്സിനെ എച്ചുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ എക്സ് എച്ച് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ടാകുന്നു. എത്ര എച്ചും എത്ര എക്സും റിയാക്ട് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എക്സ് എച്ച് അനലൈസ് ചെയ്യുന്നു. അപ്പം മനസ്സിലായ കാര്യം 8 gram എച്ചിന് 40 gram എക്സ് ആവശ്യം വന്നു. ഇനി ഒന്ന് ആലോചിക്കേ, ഹൈഡ്രജന്റെ ഇക്വലൻ വെയിറ്റ് എത്രയാണ്? ഹൈഡ്രജന്റെ ഇക്വലൻ വെയിറ്റ് എന്ന് പറയുന്നത് 1U ആണ്. ഗ്രാം ഇക്വലൻ മാസ് എന്ന് പറയുന്നത് 1 gram ആണ്. അപ്പം ഞാൻ ഗ്രാമിൽ പറയുവാണേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഹൈഡ്രജന്റെ 1 gram. ഇത് നമുക്ക് 1 gram ഇക്വലൻ്റ് എന്ന് വിളിക്കാം. ഇപ്പോൾ കേട്ടോ, ഹൈഡ്രജന്റെ 8 gram ആണ് ഇവിടെ ആവശ്യം വന്നത്. ഹൈഡ്രജന്റെ 8 gram എന്ന് പറയുന്നത് ഹൈഡ്രജന്റെ 8 ഇക്വലൻ്റ് അല്ലേ, 8 gram ഇക്വലൻ്റ് അല്ലേ. 1 gram എന്ന് പറയുന്നതാണ് 1 gram ഇക്വലൻ്റ്. അങ്ങനെയാണെങ്കിൽ 8 gram ഹൈഡ്രജൻ എന്ന് പറയുന്നത് എന്തുവാ? 8 gram ഇക്വലൻ്റാണ്. അപ്പോൾ 8 gram ഇക്വലൻ്റിന് ആവശ്യം വന്നത് 40 gram എക്സ് ആണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ 8 gram ഇക്വലൻ്റിന് ആവശ്യം വന്നത് നമുക്കറിയണ്ട, 1 gram ഇക്വലൻ്റ്. കാരണം ഹൈഡ്രജന്റെ ഇക്വലൻ മാസ് എത്രയാണ്? 1 gram ആണ്. അപ്പോൾ 1 gram ഇക്വലൻ്റ് ഓഫ് ഹൈഡ്രജൻ എത്ര ആവശ്യം വന്നു? എഗെയിൻ നമ്മളുടെ ഓറഞ്ചിന്റെ പ്രോബ്ലം അല്ലേ, നമ്മളുടെ യൂണിറ്ററി മെത്തേഡ്. 40 divided by 8 gram ഓഫ് എക്സ് എത്രയാ? 40 divided by 8 എത്രയാ? 5 gram എക്സ്. അങ്ങനെയാണ് പറഞ്ഞോ. 1 gram എച്ചിന് ഇതിൽ നിന്നുള്ള എത്ര ഗ്രാം എക്സ് ആവശ്യം വന്നു? 5 gram. ഇനി പറ, 1 gram എച്ച് എന്ന് വെച്ചാൽ എന്താ? 1 gram ഇക്വലൻ്റ് ഓഫ് എച്ച്. 1 gram ഇക്വലൻ്റ് ഓഫ് എച്ച്. അങ്ങനെയാണെങ്കിൽ 5 gram എക്സ് എന്ന് പറഞ്ഞാൽ 1 gram ഇക്വലൻ്റ് ഓഫ് എക്സ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഇക്വലൻ്റ് വെയിറ്റ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5U. ഗ്രാം ഇക്വലൻ്റ് മാസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5 gram. സോ എക്സിന്റെ ഇക്വലൻ്റ് മാസ് കിട്ടി. ഒന്നുകൂടെ പറയുകയാണ് കേട്ടോണം, ശ്രദ്ധിച്ച്. എക്സിന്റെ ഇക്വലൻ്റ് മാസ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എക്സിനെ നമ്മൾ എച്ചുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചു, ഹൈഡ്രജൻ. അപ്പോൾ എക്സ് എച്ച് എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് നിങ്ങൾക്ക് കിട്ടി. ഈ എക്സ് എച്ച് അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലായി 8 gram എച്ച് ആണ് 40 gram എക്സുമായിട്ട് കമ്പൈൻ ചെയ്തത്. 8 gram എച്ച് എത്ര പേരുമായിട്ട് കമ്പൈൻ ചെയ്തു? 40 gram കമ്പൈൻ ചെയ്തു. 8 gram എച്ച് കമ്പൈൻ ചെയ്തതല്ല നിങ്ങൾക്ക് ആവശ്യം, 1 gram എച്ച് ആണ്. കാരണം ഹൈഡ്രജന്റെ ഇക്വലൻ വെയിറ്റ്, ഗ്രാം ഇക്വലൻ വെയിറ്റ് 1 gram ആണ്. അപ്പോൾ 8 ഗ്രാമിന് 40 gram റിയാക്ട് ചെയ്താൽ 1 ഗ്രാമിന് 5 gram റിയാക്ട് ചെയ്തു. ഈ 1 gram എന്ന് പറയുന്ന ഹൈഡ്രജന്റെ ഒരു ഇക്വലൻ്റ് ആണ് എങ്കിൽ ഈ 5 gram എന്ന് പറയുന്നത് എക്സിന്റെ ഒരു ഇക്വലൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ ഇക്വലൻ വെയിറ്റ് എത്രയാ? 5. ഇനി കേട്ടോ, ഹൈഡ്രജന്റെ ഇക്വലൻ വെയിറ്റ് 1, എക്സിന്റെ ഇക്വലൻ വെയിറ്റ് 5. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? 1 part ഓഫ് ഹൈഡ്രജന് എത്ര പാർട്ട് എക്സ് ആണോ ആവശ്യം വന്നത് ആ ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് എക്സിന്റെ ഇക്വലൻ വെയിറ്റ്. നമ്മൾ പറയാം, 1 part of hydrogen requires how many parts of X? 5. Therefore, that 5 is known as the equivalent weight of X. മനസ്സിലായോ? അതായത് ഹൈഡ്രജന്റെ ഒരു പാർട്ടിന് എക്സിന്റെ എത്ര പാർട്ടാണോ ആവശ്യം വന്നത് ആ ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് എക്സിന്റെ ഇക്വലൻ വെയിറ്റ്. സോ എക്സിന്റെ ഇക്വലൻ വെയിറ്റ് ഈക്വൽ ടു 5. അപ്പോൾ എക്സിന്റെ ഇക്വലൻ വെയിറ്റ് കണ്ടുപിടിച്ചു. ഇനി നിങ്ങൾക്ക് വേറൊരു രീതിയിലും കൂടെ കണ്ടുപിടിക്കാം. അപ്പം ഞാൻ എക്സ് എന്ന് പറയുന്ന ആൾ, ഇത് നിങ്ങളുടെ അൺനോൺ ആയിട്ടുള്ള ആളാണ് എക്സ്. ഇയാളുടെ ഇക്വലൻ വെയിറ്റ് നമുക്ക് അറിഞ്ഞുകൂടാ, അല്ല ഇക്വലൻ വെയിറ്റ് അൺനോൺ ആണ്. ഇനി ഇതിനെ നമ്മൾ ഹൈഡ്രജനായിട്ട് റിയാക്ട് ചെയ്തു എന്ന് പറഞ്ഞു. ഇനി ഞാൻ ഇതിനെ ഒരു ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ്, HCl. അപ്പോൾ എന്തോ ഒരു പ്രൊഡക്റ്റ് കിട്ടി അല്ലേ, ഏതോ ഒരു പ്രൊഡക്റ്റ് കിട്ടി പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. എന്നുള്ള പറയാം, എക്സിന്റെ ഇക്വലൻ വെയിറ്റ് അറിഞ്ഞുകൂടാ, അതിനെ HCl-ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചു. അപ്പം നിങ്ങൾക്ക് ഏതോ ഒരു പ്രൊഡക്റ്റും കിട്ടി, ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ആയി. അപ്പം ഈ കേസിൽ നമ്മൾ ചെയ്തത് എന്താ? നിങ്ങളുടെ എക്സിനെ എച്ചുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചു. ഈ കേസിൽ നടന്നത് എന്താ? എക്സ് ഒരു അക്വസ് മിനറൽ ആസിഡിൽ നിന്ന് ഹൈഡ്രജനെ എടുത്ത് പുറത്തേക്ക് കളഞ്ഞു. അങ്ങനെയാണ് ചോദിക്കട്ടെ, ഇതിൻ്റെ 40 gram എക്സ് അല്ലേ, 40 gram എക്സ് 8 gram ഹൈഡ്രജനെ വെളിയിലോട്ട് കളഞ്ഞു. ഞാൻ ഞാൻ എക്സാമ്പിൾ പറയുവാണ്. 40 gram എക്സ് 8 gram ഹൈഡ്രജനെ വെളിയിലോട്ട് കളഞ്ഞു. അപ്പോൾ എക്സിന്റെ ഇക്വലൻ വെയിറ്റ് കണ്ടുപിടിക്കാം. എങ്ങനെയാ? 40 gram എക്സ് ആണ് 8 gram ഹൈഡ്രജനെ വെളിയിലോട്ട് കളഞ്ഞത്. 8 gram ഹൈഡ്രജനെ വെളിയിൽ കളഞ്ഞതല്ല നമ്മൾ നോക്കേണ്ടത്, കാരണം ഹൈഡ്രജൻ ഇക്വലൻ വെയിറ്റ് 8 എത്രയാണ്? 1 ആണ്. അപ്പോൾ 8 ഗ്രാമിനെ കളയാൻ 40 gram ആവശ്യം വന്നു. അപ്പോൾ 1 ഗ്രാമിനെ കളയാൻ എത്ര ആവശ്യം വന്നു?
40/8 5. അങ്ങനെ 1 ഗ്രാം ഹൈഡ്രജനെ പുറത്തേക്ക് ഇറക്കി വിടാൻ വേണ്ടി എക്സ് എത്ര യൂസ് ചെയ്തു? 5 യൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇക്വലന്റ് വെയിറ്റ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 5. ഗ്രാം ഇക്വലന്റ് വെയിറ്റ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 5 ഗ്രാം. ഗ്രാം ഇക്വലന്റ് മാസ് ഓഫ് എക്സ് ഈക്വൽ ടു 5 ഗ്രാം. അപ്പോൾ 2 രീതി കണ്ടുപിടിക്കാം. ഒന്നില്ലെങ്കിൽ നിങ്ങൾ എക്സുമായിട്ട് കമ്പൈൻ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഹൈഡ്രജനെ വെളിയിൽ കളയാം. ഒന്നില്ലെങ്കിൽ നിങ്ങൾ എക്സുമായിട്ട് കമ്പൈൻ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഹൈഡ്രജനെ എടുത്ത് വെളിയിൽ കളയുക. ആ 2 രീതിയിലും നിങ്ങൾക്ക് ഇക്വലന്റ് മാസ് കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ ഇക്വലന്റ് മാസിന്റെ ഒരു ഡെഫിനിഷൻ ഞാനിവിടെ എഴുതുവാണ്. പറഞ്ഞോ. ഇക്വലന്റ് മാസ് ഓഫ് എക്സ്, നമ്മളിപ്പോൾ ചെയ്ത പ്രോബ്ലം ആയതുകൊണ്ട് അങ്ങനെ പറയാം. എക്സ് ഈസ് ഡിഫൈൻഡ് ആസ് ദി നമ്പർ ഓഫ് പാർട്സ് ഓഫ് എക്സ് which directly combines with or displaces 1 gram hydrogen. നോക്കി ഒന്നുകൂടെ. ഇക്വലന്റ് മാസ് ഓഫ് എക്സ് ഈസ് ഡിഫൈൻഡ് ആസ് നമ്പർ ഓഫ് പാർട്സ് ഓഫ് എക്സ്, നമ്മളുടെ പ്രോബ്ലത്തിൽ 5 ഭാഗം, വിച്ച് ഡയറക്ട്ലി കമ്പൈൻസ് വിത്ത് ഓർ ഡിസ്പ്ലേസസ് 1 ഗ്രാം ഹൈഡ്രജൻ. 1 ഗ്രാം ഹൈഡ്രജനുമായിട്ട് ഡയറക്ട്ലി കമ്പൈൻ ചെയ്യുകയോ 1 ഗ്രാം ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യുകയോ ചെയ്യുന്ന എക്സിന്റെ നമ്പർ ഓഫ് പാർട്സിന്റെ പേരാണ് എക്സിന്റെ ഇക്വലന്റ് മാസ്. മനസ്സിലായോ? അപ്പൊ എക്സിന്റെ ഇക്വലന്റ് മാസ് എത്രയാ? 5. ഓക്കെ, അപ്പൊ നമ്മൾ ഹൈഡ്രജന്റെ കേസ് കഴിഞ്ഞു. ഇനി നമ്മൾ ഓക്സിജന്റെ കൂടെ കാണിച്ചു തരാം. ക്ലോറിന്റെ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം. അപ്പം അതെ, ഇതെന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആണ് അല്ലെ, ഒരു കോമ്പൗണ്ട് വൈ. നമുക്ക് ഇയാളുടെ ഇക്വലന്റ് മാസ് അറിഞ്ഞൂടാ. ഇക്വലന്റ് മാസ് ഓഫ് വൈ ഇസ് ഈക്വൽ ടു അൺനോൺ. ഞാൻ ഇതിനെ ഹൈഡ്രജൻ വെച്ച് റിയാക്ട് ചെയ്യിപ്പിച്ച പോലെ ഓക്സിജൻ വെച്ച് റിയാക്ട് ചെയ്തു. ഓക്സിജൻ വെച്ച് റിയാക്ട് ചെയ്തപ്പോൾ എനിക്കൊരു കോമ്പൗണ്ട് കിട്ടി, വൈയോ. ഞാൻ ഈ കോമ്പൗണ്ട് അനലൈസ് ചെയ്യാൻ പോവാം. അങ്ങനെ അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലായി 32 ഗ്രാം ഓക്സിജൻ റിക്വയേഴ്സ് 100 ഗ്രാം വൈ അല്ലെ. 32 ഗ്രാം ഓക്സിജന് 100 ഗ്രാം വൈ വേണ്ടി വന്നു. ഇതൊക്കെ ഞാൻ എക്സാമ്പിളായിട്ട് പറയുന്നതാണ്. 32 ഗ്രാം ഓക്സിജന് 100 ഗ്രാം എന്താവശ്യം വന്നു? വൈ ആവശ്യം വന്നു. അപ്പം നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണം. 32 ഗ്രാം ഓക്സിജൻ എന്ന് പറയുന്നത് ഓക്സിജന്റെ ഇക്വലന്റ് വെയിറ്റ് അല്ല. ഓക്സിജന്റെ ഇക്വലന്റ് മാസ് എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. എത്രയാ? 8 ഗ്രാം അല്ലെ. ഓക്സിജന്റെ ഇക്വലന്റ് മാസ് 8 ഗ്രാമാണ്. അപ്പം നിങ്ങൾ ഇങ്ങനെ ആലോചിക്കണം. എങ്ങനെ? 32 ഗ്രാം ഓക്സിജന് 100 ഗ്രാം എക്സ് വൈ ആവശ്യം വന്നു. പക്ഷെ 32 ഗ്രാമിന് ആവശ്യമുള്ളതല്ല നമുക്കറിയേണ്ടത്, 8 ഗ്രാമിനല്ലേ. ഇപ്പൊ പറഞ്ഞു 8 ഗ്രാം ഓക്സിജൻ ആവശ്യം. എത്ര കണ്ടുപിടിക്കും? പറഞ്ഞ ഓറഞ്ചിന്റെ പ്രോബ്ലം. 32 ഗ്രാമിന് 100 ആണെങ്കിൽ 1 ഗ്രാമിന് എത്രയാ? 100/32. അപ്പൊ 8 ഗ്രാമിനോ? 8 ഗ്രാം വൈ. ഇത് രണ്ടും ക്യാൻസൽ ആയി പോയി 4. ഇത് രണ്ടും ക്യാൻസൽ ആയി പോയി. ആൻസർ 25 ഗ്രാം വൈ എന്നുള്ള പറയാം. 32 ഗ്രാം ഓക്സിജന് 100 ഗ്രാം വൈ ആവശ്യം വന്നു. 32 ഗ്രാമിന് ആവശ്യമുള്ളത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല, കാരണം ഓക്സിജന്റെ ഇക്വലന്റ് വെയിറ്റ് 32 അല്ല 8 ആണ്. അപ്പം 32 ഗ്രാമിന് 100 ആണെങ്കിൽ 8 ഗ്രാമിന് അക്കോർഡിംഗ് ടു യൂണിറ്ററി മെത്തേഡ് 25 ഗ്രാം വൈ എന്ന് ആവശ്യം വന്നു. ഇനി നിങ്ങൾ ഹൈഡ്രജൻ പഠിച്ച അതേ ഇതിൽ പറ. 8 ഗ്രാം ഓക്സിജൻ എന്ന് പറയുന്നത് 1 ഇക്വലന്റ് ഓഫ് ഓക്സിജൻ ആണ്. അങ്ങനെയാണെങ്കിൽ 25 ഗ്രാം വൈ എന്ന് പറയുന്നത് 1 ഇക്വലന്റ് ഓഫ് വൈ ആണ്. Therefore equivalent weight of y is equal to 25 gram. Equivalent mass of y is equal to 25 gram. അങ്ങനെയാണ് പറഞ്ഞു. 1 ഗ്രാം ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന എക്സിന്റെ നമ്പർ ഓഫ് പാർട്സ് എക്സിന്റെ ഇക്വലന്റ് വെയിറ്റ് ആണെങ്കിൽ 8 ഗ്രാം ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന വൈയുടെ നമ്പർ ഓഫ് പാർട്സ് വൈയുടെ ഇക്വലന്റ് വെയിറ്റ് ആയിരിക്കില്ലേ. 8 ഗ്രാം ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തത് 25 ഗ്രാം വൈ ആണെങ്കിൽ വൈയുടെ ഇക്വലന്റ് വെയിറ്റ് എത്രയാ? 25. ഇനി നിങ്ങൾ ഇവിടെ നോക്കിയേ, 8 ഗ്രാം ഓക്സിജൻ എന്ന് പറയുന്ന ഒരു ഇക്വലന്റ് ആണ് അല്ലെ. ഈ ഒരു ഇക്വലന്റ് ഇവിടെ 25 ഗ്രാം എന്ന് പറയുന്ന അപ്പം എന്ത് തന്നെയാ? ഒരു ഇക്വലന്റ് ആണ്. അപ്പൊ ഓക്സിജന്റെ ഇക്വലന്റ് വെയിറ്റ് 8 ഗ്രാം ആണെങ്കിൽ വൈയുടെ ഇക്വലന്റ് വെയിറ്റ് ഉറപ്പായിട്ടും 25 ഗ്രാം ആയിരിക്കും. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ആരെയും ചെയ്തു നോക്കാം, ക്ലോറിൻ. അങ്ങനെ 3 സ്റ്റാൻഡേർഡുകളെയും വെച്ച്. പിന്നെ വേറൊരു കാര്യം, ഇവിടെ നിങ്ങൾ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്താൽ നിങ്ങൾ ഹൈഡ്രജൻ എന്തും കൂടെ ചെയ്തായിരുന്നു? ഡിസ്പ്ലേസ് ചെയ്തു. ഇതും അതുപോലെ ചെയ്യാം. ഇപ്പം 100 ഗ്രാം വൈ ആവശ്യം വന്നു 32 ഗ്രാം ഓക്സിജനെ വെളിയിലോട്ട് കളയാൻ. 100 ഗ്രാം വൈക്ക് 32 ഗ്രാം ഓക്സിജനെ വെളിയിൽ കളയാൻ പറ്റി. 32 ഗ്രാം ഓക്സിജനെ വെളിയിൽ കളഞ്ഞത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എത്ര കണ്ടുപിടിച്ചാൽ മതി? 8 ഗ്രാം ഓക്സിജനെ വെളിയിൽ കളയാൻ എത്ര ആവശ്യം വന്നു? 25 ഗ്രാം വൈ. അങ്ങനെയാണെങ്കിൽ വൈയുടെ ഇക്വലന്റ് വെയിറ്റ് 25. നിങ്ങൾ ആ ഹൈഡ്രജൻ ശരിക്കും പഠിച്ചാൽ ബാക്കി ഏത് എളുപ്പമാണ്. അപ്പം നമ്മൾ ഡെഫിനേഷൻ ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്യുവാണ്. പറഞ്ഞേ, ഇക്വലന്റ് മാസ് ഓഫ് എക്സ് എന്നുള്ളിടത്ത് നമ്മൾ equivalent mass of x എന്നുള്ളിടത്ത് നമ്മൾ any substance അല്ലേ. equivalent mass of any substance is defined as the number of parts of that substance
the number of parts of that substance which directly combines with അല്ലെ ഒന്നില്ലെങ്കിൽ directly combine ചെയ്യുക or displaces 1 gram of hydrogen or ബാക്കി പറ 8 gram of oxygen or 35.5 gram of chlorine. മൂന്ന് സ്റ്റാൻഡേർഡ് ഒന്നുകൂടെ നോക്കിയേ. equivalent mass of any substance is defined as the number of parts of that substance which directly combines with or displaces 1 gram of nitrogen or 8 gram of oxygen or 35.5 gram of chlorine. ഇതാണ് equivalent massന്റെ കോൺസെപ്റ്റ്. ഇനി നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന മെത്തേഡ് നമ്മുടെ പഴയ ആൾ തന്നെയാട്ടോ, ആരാ? യൂണിറ്ററി മെത്തേഡ്. ഇനി നിങ്ങൾക്ക് ആ മെത്തേഡ് ക്ലിയർ ആയിട്ട് മനസ്സിലായോ എന്നറിയാൻ വേണ്ടി ഇങ്ങനെ ചോദിക്കുവാണ്. ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ അമോണിയ അല്ലെ, അമോണിയാണ്. അമോണിയക്കകത്ത് ഇക്വലന്റ് മാസ് ഓഫ് നൈട്രോജൻ എത്രയാണെന്ന് ചോദിച്ചു വിചാരിക്കാം. ഇക്വലന്റ് മാസ് ഓഫ് നൈട്രോജൻ നിങ്ങൾ ചെയ്യേണ്ടത് NH3 നമ്മളുടെ സ്റ്റാൻഡേർഡ് എലമെന്റ് ആരാ ഉള്ളത്? ഹൈഡ്രജൻ ഉണ്ട്. അപ്പം ഇതിന്റെ മീനിങ് പറ. ഇതിന്റെ മൊത്തം വെയിറ്റ് എത്രയാണ്? മോളിക്കുലാർ വെയിറ്റ് ആണ്. മോളിക്കുലാർ വെയിറ്റ്, മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്നാ? ഒരു മോളിന്റെ മാസ് ആണോ ഒരു മോളിക്യൂളിന്റെ മാസ് ആണോ? ജസ്റ്റ് ഒരു മോളിക്യൂള്. നൈട്രോജന്റെ 14U, ഹൈഡ്രോജന്റെ 1U പ്ലസ് 3 ഉണ്ട്, 3U 17U എന്ന് വന്നു, 17U. മോളിക്കുലാർ മാസ് 17U ആണ്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ 17U 3U ഹൈഡ്രജൻ റിക്വയർ 14U നൈട്രോജൻ ആണ്, ശരിയല്ലേ? 3U ഹൈഡ്രജന് 14U നൈട്രോജൻ വേണം. പക്ഷെ 3U ഹൈഡ്രജൻ 3 യൂണിറ്റ് ഹൈഡ്രജൻ നമുക്ക് അറിയണ്ട. ഹൈഡ്രജന്റെ ഇക്വലന്റ് വെയിറ്റ് 1U ആണ്. Therefore 1U ഹൈഡ്രജൻ റിക്വയർ 14/3U നൈട്രോജൻ. അങ്ങനെയാണെങ്കിൽ നൈട്രോജൻ ഇക്വലന്റ് വെയിറ്റ് പറ. equivalent weight of nitrogen equal to 14/3 gram. equivalent mass of nitrogen equal to 14/3 gram. മനസ്സിലായോ? അതായത് 3, ഇപ്പം ഞാനിത് ഗ്രാമിൽ പറയുവാണേ, മൊത്തം 17 ഗ്രാമാണ് അമോണിയയുടെ മോളാർ മാസ്. അതിൽ 3 ഗ്രാം ഹൈഡ്രജന് 14 ഗ്രാം നൈട്രജൻ വേണം. 3 ഗ്രാം ഹൈഡ്രജന് വേണ്ടത് നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. 1 ഗ്രാം ഹൈഡ്രജൻ അറിഞ്ഞാൽ മതി. 3 ഗ്രാമിന് 14 ഗ്രാം ആണെങ്കിൽ 1 ഗ്രാമിന് എത്രയാണ്? 14/3. സോ അമോണിയയിൽ നൈട്രോജന്റെ ഇക്വലന്റ് വെയിറ്റ് 14/3. അടുത്തത് കാർബൺ ഡൈ ഓക്സൈഡ് CO2 നോക്കിയോണേ. ഇതിന്റെ മോളാർ മാസ്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളാർ മാസ് ഞാൻ ഇനി എല്ലാം ഗ്രാമിൽ പറയുവാണ്, 44 ഗ്രാം ആണ്. ഇതിന്റെ മീനിങ് പറ. സ്റ്റാൻഡേർഡ് എലമെന്റ് ആരാ? ഓക്സിജൻ. ഓക്സിജന്റെ എത്ര ഇവിടെ വെയിറ്റ്? 16 16 32. 32 ഗ്രാം ഓക്സിജൻ റിക്വയർ 12 ഗ്രാം കാർബൺ അല്ലേ? 32 ഗ്രാം ഓക്സിജന് 12 ഗ്രാം കാർബൺ ആവശ്യം വന്നു. 32 ഗ്രാമിന് ആവശ്യമുള്ളതാണോ നിങ്ങൾക്ക് കണ്ടുപിടിക്കണ്ടേ? അല്ല, കാരണം ഓക്സിജന്റെ ഇക്വലന്റ് വെയിറ്റ് 8 ഗ്രാം. അപ്പൊ 8 ഗ്രാം ഓക്സിജൻ എത്ര വേണ്ടി വന്നു പറ? 12/32 ഇൻറ്റു 8 ഗ്രാം കാർബൺ. ഇത് രണ്ടും വെട്ടിപ്പോയി, എത്രയാ? 4. രണ്ടും വെട്ടിപ്പോയി, എത്ര? 3. 3 ഗ്രാം കാർബൺ. ഞാൻ പറഞ്ഞു ഓക്സിജന്റെ ഇക്വലന്റ് വെയിറ്റ് 8 ഗ്രാം. അങ്ങനെയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിൽ കാർബൺ ഇക്വലന്റ് വെയിറ്റ് 3 ഗ്രാം. അപ്പം നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും സ്റ്റാൻഡേർഡ് ആക്കി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇക്വലന്റ് മാസ് കണ്ടുപിടിക്കാം. ആര് വേണമെങ്കിൽ ക്ലോറിനെയും കൂടെ വെച്ച് കാണിച്ചു. ഇപ്പം നിങ്ങൾ കാൽഷ്യം ക്ലോറൈഡ് ഇങ്ങനെ നോക്കിയോ, ഇതിൽ നോക്കിയേ. കാൽഷ്യം ക്ലോറൈഡ്, കാൽഷ്യത്തിന്റെ അറ്റോമിക് വെയിറ്റ് 40 ഗ്രാം ആണ്. ക്ലോറിന്റെ 35.5, 2 പേരാകുമ്പോൾ 71 ഗ്രാം ആണ്. അപ്പോൾ പറഞ്ഞോ 71 ഗ്രാം ക്ലോറിൻ റിക്വയർസ് 40 ഗ്രാം കാൽഷ്യം. അങ്ങനെയാണെങ്കിൽ 71 ഗ്രാമിനാണോ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? അല്ല, ക്ലോറിന്റെ ഇക്വലന്റ് വെയിറ്റ് എത്രയാ? 35.5. സോ 35.5 ഗ്രാം ക്ലോറിൻ അല്ലെ? 71ന്റെ പകുതിയാണിത്. അപ്പൊ എത്ര വരും? 20 ഗ്രാം കാൽഷ്യം. ഇത് ക്ലോറിന്റെ ഇക്വലന്റ് വെയിറ്റ് ആണ്. അപ്പൊ ഇത് 20 എന്നാ കാൽഷ്യത്തിന്റെ ഇക്വലന്റ് വെയിറ്റ്. സോ ഇക്വലന്റ് വെയിറ്റ് ഓഫ് കാൽഷ്യം ഇൻ കാൽഷ്യം ക്ലോറൈഡ് ഈക്വൽ ടു 20 ഗ്രാം. അപ്പൊ ഇതാണ് ഇക്വലന്റ് മാസ് കോൺസെപ്റ്റ്. അപ്പൊ നമ്മൾ 3 സ്റ്റാൻഡേർഡുകൾ ഉപയോഗിച്ചു. ഏതൊക്കെയാ? ഒന്ന് ഹൈഡ്രജൻ, പിന്നൊന്ന് ഓക്സിജൻ, പിന്നൊന്ന് ക്ലോറിൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു ചെറിയ കാര്യം, നിങ്ങൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഇക്വേഷൻ പറഞ്ഞായിരുന്നു. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളാർ മാസ് അല്ലേ? അതുപോലെ നമ്പർ ഓഫ് ഇക്വലൻസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ ഇക്വലന്റ് മാസ് ആണ്. നമ്പർ ഓഫ് ഇക്വലൻസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ ഇക്വലന്റ് മാസ്. പക്ഷെ നമ്മൾ നമ്പർ ഓഫ് ഇക്വലൻസ് നല്ല കൂടുതൽ ഉപയോഗിക്കാറ്, നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് എന്നാണ്. നിങ്ങളതിനെ നമ്പർ ഓഫ് ഇക്വലൻസ് എന്നാണ് പറയാറുന്നുള്ളൂ. ഇപ്പം നമ്പർ ഓഫ് ഇക്വലൻസ് പറഞ്ഞത് കുഴപ്പമില്ല, ശരിക്കും പറയേണ്ടത് എങ്ങനെയാണ്? സോ നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ ഇക്വലന്റ് മാസ് അല്ല. അപ്പം എന്ത് എഴുതണം? ഗ്രാം ഇക്വലന്റ് മാസ്. സോ നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷൻ ഗിവൺ മാസ് ബൈ മോളാർ മാസ് നമ്പർ ഓഫ് മോൾസ് ആണെങ്കിൽ ഗിവൺ മാസ് ബൈ ഗ്രാം ഇക്വലന്റ് മാസ് നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് ആയിരിക്കും. അപ്പം നിങ്ങളത് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഓർത്താൽ മതി.
27 ഗ്രാം അലുമിനിയത്തിൻ്റെ അകത്തുള്ള നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് എത്രയാണെന്ന് ചോദിക്കും. ഇപ്പം 27 ഗ്രാം അലുമിനിയത്തിൽ എത്ര മോൾസ് ഉണ്ട്? എങ്ങനെയാണ്? ഗിവൺ മാസ് ബൈ മോളാർ മാസ്. 27/27 1 മോള്. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്ന നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസാണ്. ഇക്വേഷൻ പറഞ്ഞ് ഗിവൺ മാസ് ബൈ ഗ്രാം ഇക്വലൻ മാസ്. ഗിവൺ മാസ് എത്ര? 27 ഗ്രാം. ഗ്രാം ഇക്വലൻ മാസ് ഓഫ് അലുമിനിയം 9 ഗ്രാം. ആൻസർ 3. അതായത് 27 ഗ്രാം അലുമിനിയം എന്ന് പറയുന്നത് 1 മോൾ അലുമിനിയം ആണ്, പക്ഷേ 3 ഗ്രാം ഇക്വലന്റ് ഓഫ് അലുമിനിയം ആണ്. അപ്പം നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഗിവൺ മാസ് ബൈ ഗ്രാം ഇക്വലന്റ് മാസ് 27/9 എത്ര കിട്ടി? 3 കിട്ടി. ഓക്കെ, അപ്പം നമ്മൾ 3 സ്റ്റാൻഡേർഡുകളെ കുറിച്ച് പറഞ്ഞു. ഇനി ഈ 3 സ്റ്റാൻഡേർഡുകൾ ഉപയോഗിച്ച് നമ്മൾ 3 മെത്തേഡ് ഡിവൈസ് ചെയ്യാൻ പോവാണ്. അതിൽ ആദ്യത്തെ എലമെന്റ് നമ്മൾ ഹൈഡ്രജൻ എടുത്തുകൊണ്ട് ഞാനിതിനെ ഹൈഡ്രജൻ മെത്തേഡ് എന്ന് വിളിക്കാൻ പോവാണ് കേട്ടോ. ഹൈഡ്രജൻ മെത്തേഡ്. ഇതിൽ പറ, നിങ്ങൾ ഇക്വലൻ മാസ് കണ്ടുപിടിക്കാൻ പോകുന്ന എലമെന്റുകളുടെ ഇക്വലൻ മാസ് കണ്ടുപിടിക്കാൻ പോകുന്ന ആളുകളെ ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്യുകയും ചെയ്യാം, അവരെ ഉപയോഗിച്ച് ഹൈഡ്രജനെ ഡിസ്പ്ലേസും ചെയ്യാം. അപ്പം നമ്മൾ ആദ്യത്തെ കേസിൽ ഇപ്പം നിങ്ങൾക്ക് ഒരു മെറ്റൽ, ഏതോ ഒരു മെറ്റൽ, ഇതിൻ്റെ ഇക്വലൻ മാസ് അറിഞ്ഞുകൂടാ. ഇതിനെ നിങ്ങൾ ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പം നിങ്ങൾക്ക് കിട്ടുന്ന കോമ്പൗണ്ടാണ് മെറ്റൽ ഹൈഡ്രൈഡ്. ഇത് ഹൈഡ്രജന്റെ കോമ്പിനേഷൻ ആണോ ഹൈഡ്രജന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണോ? കോമ്പിനേഷൻ. ഈ കേസിൽ നിങ്ങൾക്ക് മെറ്റലിന്റെ ഇക്വലൻ വെയിറ്റ് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പോൾ പറഞ്ഞു നമ്പർ ഓഫ് ഈ മെറ്റലിന്റെ ഇക്വലൻ വെയിറ്റ് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് നമ്മൾ ഇയാളുടെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്പർ ഓഫ് ഇക്വലൻസ്, ഗ്രാം ഇക്വലൻസ് എന്നാണ് പറയേണ്ടത്, ഇക്വലൻസ് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് മെറ്റൽ ഈക്വൽ ടു നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് ഹൈഡ്രജൻ ആയിരിക്കും. ശരിയല്ലേ? അതായത് നിങ്ങൾ 1 ഗ്രാം ഇക്വലന്റ് ഓഫ് മെറ്റൽ എടുത്ത കഴിഞ്ഞാൽ 1 ഗ്രാം ഇക്വലന്റ് ഓഫ് ഹൈഡ്രജൻ വേണം. ഇനി ഇതെങ്ങനെ കിട്ടിയെന്ന് അറിയാൻ വേണ്ടി നിങ്ങളിത് നേരത്തെ പ്രോബ്ലത്തിലേക്ക് നോക്കണേ. ഇവിടെ നമ്മൾ എക്സിന്റെ ഇക്വലന്റ് വെയിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഹൈഡ്രജൻ വെച്ച് കമ്പൈൻ ചെയ്തു. നോക്കിയോ, 1 ഗ്രാം ഇക്വലന്റ് ഓഫ് ഹൈഡ്രജന് എത്ര വേണ്ടി വന്നു? 5 ഗ്രാം ഇക്വലന്റ്. 1 ഗ്രാം ഇക്വലന്റ് എന്ന് പറയുന്നത് ഹൈഡ്രജന്റെ 1 ഇക്വലന്റ് ആണെങ്കിൽ 5 ഗ്രാം ഇക്വലന്റ് എന്ന് പറയുന്നത് എക്സിന്റെ എന്താണ്? 1 ഇക്വലന്റ് ആണ്. സോ 1 ഇക്വലന്റ് ഓഫ് ഹൈഡ്രജൻ ഓൾവേസ് കമ്പൈൻസ് വിത്ത് 1 ഇക്വലന്റ് ഓഫ് എക്സ്. ഇവിടെ നോക്കിയോ, 8 ഗ്രാം ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 8 ഗ്രാം ഇക്വലന്റ് ആണ്. 40 ഗ്രാം എക്സ് എന്ന് പറഞ്ഞാലോ 40 ഗ്രാം എക്സ് എത്രയാ? 5 ഗ്രാം എക്സ് ആണ് ഇക്വലന്റ് വെയിറ്റ്. അപ്പം 40 ഗ്രാം എക്സ് എന്ന് വെച്ചാൽ എന്ത് തന്നെയാ? 8 ഗ്രാം ഇക്വലന്റ്. സോ 8 ഗ്രാം ഇക്വലൻസ് ഓഫ് ഹൈഡ്രജൻ റിക്വയർ 8 ഗ്രാം ഇക്വലൻസ് ഓഫ് എക്സ്. 1 ഗ്രാം ഇക്വലന്റ് ഓഫ് ഹൈഡ്രജൻ റിക്വയർ 1 ഗ്രാം ഇക്വലന്റ് ഓഫ് എക്സ് എന്ന് പറയുന്നു അല്ലേ. നിങ്ങൾ ഓക്സിജൻ മെത്തേഡിൽ നോക്കി, ഓക്സിജൻ മെത്തേഡിൽ ഇപ്പം നമ്മൾ ഇത് ഓക്സിജനെ വെച്ച് കമ്പൈൻ ചെയ്തു. നോക്കിയോണേ, ഇവിടെ 32 ഗ്രാം ഓക്സിജന് 100 ഗ്രാം വൈ ആവശ്യം വന്നു. 32 ഗ്രാം ഓക്സിജൻ എന്ന് പറയുന്നത് എത്ര ഇക്വലന്റാ? 8 ഗ്രാം എന്ന് പറയുന്നത് ഒരു ഇക്വലന്റ്. അപ്പം 32 ഗ്രാം എന്ന് പറയുന്നത് 4 ഇക്വലന്റ്. വൈയുടെ ഇക്വലന്റ് വെയിറ്റ് 25 ഗ്രാം. ഇപ്പോൾ പറ 25 ഗ്രാം എന്ന് പറയുന്നത് 1 ഗ്രാം ഇക്വലന്റ്. അപ്പോൾ 100 4. ഇപ്പോൾ പറ 4 ഗ്രാം ഇക്വലന്റ് ഓഫ് ഓക്സിജൻ വിൽ റിക്വയർ 4 ഗ്രാം ഇക്വലന്റ് ഓഫ് Y. Therefore, 1 gram equivalent of oxygen will require 1 gram equivalent of Y. Therefore, നിങ്ങൾക്ക് ഇപ്പം എഴുതിയിരിക്കുന്ന ഈ പ്രിൻസിപ്പിളിൽ ഒരു കാര്യം എഴുതാം. നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് ഓഫ് മെറ്റലും നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് ഹൈഡ്രജനും സെയിം ആയിരിക്കും കേട്ടോ. അതായത് നിങ്ങൾ ഹൈഡ്രജൻ്റെ ഒരു ഇക്വലൻ്റ് ആണ് എടുക്കുന്നതെങ്കിൽ മെറ്റലിൻ്റെ ഒരു ഇക്വലൻ്റ്, ഹൈഡ്രജൻ്റെ 10 ഇക്വലൻ്റ് ആണെങ്കിൽ മെറ്റലിൻ്റെ 10 ഇക്വലൻ്റ്. അതിപ്പോൾ നമ്മൾ പ്രീവിയസ് മെത്തേഡ് എന്ന് കണ്ടുപിടിച്ചു. അതാണ് മോൾ കോൺസെപ്റ്റിനേക്കാൾ എളുപ്പമാണ് ഇക്വലൻ്റ് എന്ന് പറയാൻ കാരണം. മോൾ കോൺസെപ്റ്റിൽ ഒരിക്കലും ഇങ്ങനെ പറയാൻ പറ്റില്ല, കാരണം നമ്മൾ നമ്പർ ഓഫ് മോൾസ് നോക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എഴുതാം നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് മെറ്റൽ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് ഹൈഡ്രജൻ. ഇനി പറ നമ്പർ ഓഫ് ഇക്വലൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? വെയിറ്റ് ഓഫ് മെറ്റൽ ബൈ equivalent weight of metal അല്ലേ, given weight by equivalent weight equal to ഇവിടെയോ weight of hydrogen by equivalent weight of hydrogen. ശരി, എന്താ കണ്ടുപിടിക്കണ്ടേ? equivalent weight of metal. നമുക്കത് അറിഞ്ഞുകൂടാ. സോ equivalent weight of metal is equal to പറഞ്ഞേ weight of metal by weight of hydrogen അല്ലേ. equivalent weight of metal equal to weight of metal by weight of hydrogen into equivalent weight of hydrogen, which is equal to weight of metal by weight of hydrogen into equivalent weight of hydrogen എത്രയാ? 1. So equivalent weight of metal is equal to പറ കണ്ടുപിടിക്കാനുള്ള രീതി പറ. equivalent weight of metal is equal to weight of metal by weight of hydrogen into 1. ഇത് ഏത് മെത്തേഡാ? ഹൈഡ്രജൻ മെത്തേഡ്. അപ്പോൾ ഹൈഡ്രജൻ മെത്തേഡിൽ ചെയ്ത കാര്യം പറയാം. ഒന്നാമത്തെ കേസ് ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു.
ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന കേസിൽ മെറ്റൽ ഹൈഡ്രൈഡ് ഉണ്ടായി. നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് മെറ്റലും നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് ഹൈഡ്രജനും സെയിം ആണ്. സോ നമ്പർ ഓഫ് ഇക്വലൻസ് കണ്ടുപിടിക്കാൻ വെയിറ്റ് ബൈ ഗിവൺ മാസ് ബൈ ഇക്വലൻ മാസ്, ഗിവൺ മാസ് ബൈ ഇക്വലൻ മാസ്. ഇക്വലൻ വെയിറ്റ് ഓഫ് മെറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് വെച്ച് ഡിവൈഡ് ചെയ്യുക. സോ വെയിറ്റ് ഓഫ് മെറ്റൽ ബൈ വെയിറ്റ് ഓഫ് ഹൈഡ്രജൻ ഇൻറ്റു ഇക്വലൻ വെയിറ്റ് ഓഫ് ഹൈഡ്രജൻ. സോ ദിസ് ഈസ് 1. ഇനി ഈ ഹൈഡ്രജൻ മെത്തേഡിന് പകരം ഇത് ഓക്സിജൻ മെത്തേഡ് ആണെങ്കിൽ നിങ്ങളുടെ സെയിം ഡെറിവേഷൻ വരും. എന്ത് മാത്രം വരും? ഇവിടെ 1ന് പകരം 8 എന്ന് വരും. അപ്പോൾ ഇവിടെ എന്ത് വരും? ഓക്സിജൻ വരും. നോക്കി, വെയിറ്റ് ഓഫ് ഇക്വലൻ വെയിറ്റ് ഓഫ് മെറ്റൽ ഈക്വൽ ടു വെയിറ്റ് ഓഫ് മെറ്റൽ ബൈ വെയിറ്റ് ഓഫ് ഓക്സിജൻ ഇൻറ്റു 8. ഇനി ഇത് ക്ലോറിൻ മെത്തേഡ് ആണെങ്കിലോ, അല്ലേ? ഇത് ക്ലോറിൻ മെത്തേഡ് ആണെങ്കിൽ ഇവിടെ ഇതുപോലെ തന്നെ പറയാം, ഇക്വലൻ വെയിറ്റ് ഓഫ് മെറ്റൽ ഈക്വൽ ടു വെയിറ്റ് ഓഫ് മെറ്റൽ ബൈ വെയിറ്റ് ഓഫ് ക്ലോറിൻ ഇൻറ്റു 8ന് പകരം 35.5. ഇപ്പം ഞാൻ ആ 3 മെത്തേഡും ഒരുമിച്ച് എഴുതുവാണേ. 3 മെത്തേഡും പറഞ്ഞേ. ഹൈഡ്രോജൻ മെത്തേഡ്, ഹൈഡ്രോജൻ മെത്തേഡ് പറഞ്ഞു. ഇക്വലൻ വെയിറ്റ് ഓഫ് മെറ്റൽ ഇസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് മെറ്റൽ by weight of hydrogen into 1. Oxygen method, equivalent weight of metal equal to weight of metal by weight of oxygen into 8. Then chlorine method, equivalent weight of metal is equal to weight of metal by weight of chlorine into 35.5. ഈ 3 മെത്തേഡ് വഴി ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന ഇക്വേഷൻ, ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന ഇക്വേഷൻ ആൻഡ് ക്ലോറിനുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന ഇക്വേഷൻ, ഈ 3 ഇക്വേഷനായ ഇത് എപ്പോഴാ മെറ്റൽ പ്ലസ് ഹൈഡ്രജൻ ഓർ ഓക്സിജൻ ഓർ ക്ലോറിൻ. ഇനി നിങ്ങൾക്ക് രണ്ടാമതൊരു കേസും കൂടെ ഉണ്ട്. എന്ത്? മെറ്റലിന് ഈ പറയുന്ന 3 പേരെ ഇറക്കിയും കൂടെ വിടാം. അതെങ്ങനെയാണെന്ന് നോക്കാം, അല്ലേ? ഇറക്കി വിടുന്ന കേസ് എങ്ങനെയാണെന്ന് നോക്കാം. നോക്കിയോ, ഈ മെറ്റലിനെ ഞാൻ ഒരു ആസിഡോ ബേസോ ആയിട്ട് റിയാക്ട് ചെയ്തു. അപ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ആയി. നോക്കിയോണേ, ഇവിടെ നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് മെറ്റൽ ടേക്കൻ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് ഹൈഡ്രജൻ ലിബറേറ്റഡ്. ശരിയല്ലേ? ഇക്വലൻ പ്രിൻസിപ്പിൾ ആണ്. നമ്പർ ഓഫ് നിങ്ങൾ എത്ര ഇക്വലൻസ് ഓഫ് മെറ്റൽ ആണോ എടുത്തപ്പോൾ 1 ഇക്വലൻ മെറ്റൽ എടുത്തു കഴിഞ്ഞാൽ 1 ഇക്വലൻ ഹൈഡ്രജൻ വെളിയിൽ പോകും. 2 ഇക്വലൻ എടുത്തു കഴിഞ്ഞാൽ 2 ഇക്വലൻ വെളിയിൽ പോകും. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് മെറ്റലും നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് ഹൈഡ്രജൻ ഈക്വൽ ആയിരിക്കും. അഗൈൻ പറ, വെയിറ്റ് ഓഫ് മെറ്റൽ ബൈ ഇക്വലൻ വെയിറ്റ് ഓഫ് മെറ്റൽ ഇസ് ഈക്വൽ ടു, ഇവിടെ ഹൈഡ്രജൻ വെളിയിൽ പോകുന്ന എന്തിൻ്റെ ബേസിസിലാണ്? ലിബറേറ്റഡ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് മാസ് ആയിട്ട് പറയണ്ട, ഇൻ ടേംസ് ഓഫ് ഇത്ര മാസ് പോയി എന്നല്ല നമ്മൾ പറയുന്ന, ഇത്ര വോളിയം പോയി, അല്ല ഇത്ര വോളിയം പോയി എന്ന് പറയാം. അപ്പോൾ പറ, വോളിയത്തിൻ്റെ ബേസിലെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഗിവൺ വോളിയം ബൈ മോളാർ വോളിയം അറ്റ് STP. അപ്പോൾ ഇവിടെ പറ, വോളിയം ഓഫ് ഹൈഡ്രജൻ ബൈ മോളാർ വോളിയം അല്ല, എന്ത് എഴുതണം? ഇക്വലന്റ് വോളിയം ഓഫ് ഹൈഡ്രജൻ അറ്റ് STP. ഒന്നുകൂടെ നോക്കി, നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ വോളിയം ബൈ മോളാർ വോളിയം അറ്റ് STP എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നമ്മളുടെ 3rd വീഡിയോയിൽ എഴുതിയിട്ടുണ്ട്, മോൾ കോൺസെപ്റ്റിന്റെ സമ്മറിയിൽ എഴുതിയിട്ടുണ്ട്. സോ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ വോളിയം ബൈ മോളാർ വോളിയം. സോ ഇവിടെ നമ്പർ ഓഫ് ഇക്വലൻസ് ആണ്. അപ്പോൾ ഗിവൺ വോളിയം ബൈ മോളാർ വോളിയം അല്ല, എന്ത് എഴുതണം? ഇക്വലൻ വോളിയം. ഇനി ഇക്വലൻ വോളിയം ഓഫ് ഹൈഡ്രജൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കാം. പറഞ്ഞേ, 2 ഗ്രാം ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഒരു മോളല്ലേ? ഒരു മോള്. ഇതിൻ്റെ വോളിയം 22.4 ലിറ്റർ ആണോ? അല്ലേ? 2 ഗ്രാം ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഒരു മോളാണ്, അതിൻ്റെ വോളിയം 22.4 ലിറ്റർ. പക്ഷേ നിങ്ങൾക്ക് ഒരു മോളിന് 22.4 ആണ്. ഒരു ഇക്വലന്റ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് 2 ഗ്രാം അല്ല, എത്രയാ? 1 ഗ്രാം. അപ്പോൾ പറ, വോളിയം എത്ര വരും? ഒരു മോൾ എന്ന് പറയുന്നത് 2 ഗ്രാം ആണ്, 22.4 ലിറ്റർ ആണ്. ഒരു ഇക്വലൻ എന്ന് പറയുന്നത് 1 ഗ്രാമാണ്. 2 ഗ്രാമിന് 22.4 ആണെങ്കിൽ 1 ഗ്രാമിന് 11.2 ലിറ്റർ അല്ലേ എന്ന്. അങ്ങനെയാണെങ്കിൽ ഇത് ഹൈഡ്രജൻ്റെ എന്ത് വോളിയം? മോളാർ വോളിയം. ഇത് ഹൈഡ്രജൻ്റെ എന്ത് വോളിയം? ഇക്വലൻ വോളിയം. അങ്ങനെയാണെങ്കിൽ പറഞ്ഞോ, ഇക്വലൻ വെയിറ്റ് ഓഫ് മെറ്റൽ ഇസ് ഈക്വൽ ടു, ഇത് മൾട്ടിപ്ലൈ വെയിറ്റ് ഓഫ് മെറ്റൽ divided by volume of hydrogen into equivalent volume of hydrogen at STP എത്രയാ? 11.2. കണ്ടോ? ഇക്വലന്റ് വെയിറ്റ് കണ്ടുപിടിക്കാനുള്ള അടുത്ത ഇക്വേഷൻ. ഇക്വലന്റ് വെയിറ്റ് ഓഫ് മെറ്റൽ ഈക്വൽ ടു വെയിറ്റ് ഓഫ് മെറ്റൽ ബൈ വോളിയം ഓഫ് ഹൈഡ്രജൻ ഇൻറ്റു 11.2. ഇത് ലിറ്ററിലാണ്, ഇത് അത് രണ്ടും ക്യാൻസൽ ആയി പോകുന്നു. അപ്പോൾ വെയിറ്റ് ഓഫ് മെറ്റലിന്റെ യൂണിറ്റ് തന്നെ ഇക്വലന്റ് വെയിറ്റ് ഓഫ് മെറ്റലിന് കിട്ടുന്നു. ഒന്നോടെ പറയാം, 2 ഗ്രാം ഹൈഡ്രജന് 22.4 ലിറ്ററാണ്. 2 ഗ്രാം ഹൈഡ്രജൻ ഒരു മോളാണ്, നമുക്ക് ആവശ്യം ഒരു ഇക്വലന്റാണ്. ഹൈഡ്രജന്റെ ഒരു ഇക്വലന്റ് 1 ഗ്രാമാണ്. 2 ഗ്രാമിന് 22.4 ആണെങ്കിൽ 1 ഗ്രാമിന് എത്രയാണ്? 11.2. ഇതേപോലെ നിങ്ങൾ ഓക്സിജന്റെ ഇക്വലന്റ് വോളിയം പറ.
ഓക്സിജൻ എന്ന് പറയുമ്പോൾ 16 32 ഗ്രാമിന് എത്ര 22.4 ലിറ്റർ മോളാർ വോളിയം. പക്ഷേ 32 ഗ്രാം നമുക്ക് വേണ്ട, 8 ഗ്രാം മതി. പറഞ്ഞു 32 ഗ്രാമിന് 22.4 ആണെങ്കിൽ 8 ഗ്രാമിന് 22.4 ഡിവൈഡഡ് ബൈ 4 എത്രയാ 5.6 ലിറ്റർ. ഓക്സിജന്റെ ഇക്വലന്റ് വോളിയം 5.6. ക്ലോറിൻ Cl2 71 ഗ്രാമിന് 22.4 എന്ത് വോളിയം മോളാർ വോളിയം. പക്ഷെ ക്ലോറിന്റെ ഇക്വലന്റ് വെയിറ്റ് 35.5 ഗ്രാം അല്ലേ, ഇതിന്റെ പകുതി. അപ്പോൾ എത്ര വരും 11.2 ലിറ്റർ. അപ്പം ആലോചിച്ച് നോക്കിയേ, ഹൈഡ്രജന്റെയും ക്ലോറിന്റെയും ഈക്വലന്റ് വോളിയം സെയിം ആണ്. കാരണം Cl2 ആൻഡ് H2 രണ്ടുപേരുടെയും 11.2. ഓക്സിജന്റെ ഇക്വലന്റ് വോളിയം 5.6. അപ്പം നിങ്ങൾ ഈ 3 വാല്യൂ ഓർത്ത് വെച്ചാൽ മതി. ഹൈഡ്രജന്റെയും ക്ലോറിന്റെ ഇക്വലന്റ് വോളിയം 11.2, ഓക്സിജന്റെ ഇക്വലന്റ് വോളിയം 5.6. അപ്പോൾ നോക്കിയോ, ഇവിടെ ഞാനൊരു 3 ഇക്വേഷൻ എഴുതി, കോമ്പിനേഷൻ. ഇനി ഞാൻ ഡിസ്പ്ലേസ്മെന്റ് ഫോമിൽ 3 ഇക്വേഷൻ എഴുതാൻ പോവാം. പറഞ്ഞോ, ഇക്വലന്റ് വെയിറ്റ് ഓഫ് മെറ്റൽ ഈക്വൽ ടു വെയിറ്റ് ഓഫ് മെറ്റൽ ബൈ വോളിയം ഓഫ് ഹൈഡ്രജൻ ഇൻറ്റു 11.2. ഇവിടെ വെയിറ്റ് ഓഫ് മെറ്റൽ ബൈ വോളിയം ഓഫ് ഓക്സിജൻ ഇൻറ്റു 5.6. ഇവിടെ വെയിറ്റ് ഓഫ് മെറ്റൽ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ക്ലോറിൻ ഇൻറ്റു 11.2. മനസ്സിലായോ? 3 ഇക്വേഷൻ കിട്ടി. ഇത് കോമ്പിനേഷൻ്റെ ഇക്വേഷൻ ആണ്. ഇതേതാ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ. നിങ്ങൾ ഈ 2 ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ, ഇനി ഇക്വേഷൻ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് യൂണിറ്ററി മെത്തേഡ് വെച്ച് ചെയ്യാം. പക്ഷേ ഇതാണ് കുറച്ചുകൂടെ എളുപ്പം. ഈ 2 ഇക്വേഷൻ വെച്ചുകൊണ്ട് ഏത് പ്രോബ്ലം വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഈ 2 ഇക്വേഷൻ ഞാനൊരു ക്വസ്റ്റ്യൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പം നിങ്ങളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പം എ മെറ്റൽ ഓക്സൈഡ് contains 70% by mass of oxygen, equivalent weight of metal. ഇതാണ് ചോദ്യം. A metal oxide contains 70% by mass of oxygen, equivalent weight of metal. ഓക്സൈഡ് ആയതുകൊണ്ട് ഏത് മെത്തേഡാ? ഓക്സിജൻ മെത്തേഡ് അല്ലേ? ഓക്സിജൻ മെത്തേഡ്. ഇത് ഡിസ്പ്ലേസ് ചെയ്യുന്ന കേസാണോ കമ്പൈൻ ചെയ്യുന്ന കേസാണോ? ഇത് രണ്ടുപേരും കൂടെ ഉണ്ടായതാണ്. മെറ്റൽ ഓക്സൈഡ് ഉണ്ടാകണമെങ്കിൽ മെറ്റൽ ഓക്സൈഡും കമ്പൈൻ ചെയ്യണം. സോ മെറ്റൽ പ്ലസ് ഓക്സിജൻ ഗീവ്സ് മെറ്റൽ ഓക്സൈഡ്. ഓക്കെ, ഇക്വേഷൻ പറഞ്ഞോ. ഇക്വലന്റ് വെയിറ്റ് ഓഫ് മെറ്റൽ ഈക്വൽ ടു വെയിറ്റ് ഓഫ് മെറ്റൽ ബൈ വെയിറ്റ് ഓഫ് ഓക്സിജൻ. ഓക്സിജൻ ആയതുകൊണ്ട് 8, ഹൈഡ്രജൻ ആണെങ്കിൽ ക്ലോറിൻ ആണെങ്കിൽ 35.5. ഓക്കെ, 70% ഓക്സിജൻ എന്ന് പറഞ്ഞാൽ 30% ആരാ മെറ്റൽ. അപ്പോൾ വെയിറ്റ് ഓഫ് മെറ്റൽ 30, വെയിറ്റ് ഓഫ് ഓക്സിജൻ 70 ഇൻറ്റു 8. ഇത് നിങ്ങൾക്ക് എന്ത് കിട്ടി? ഇക്വലന്റ് മാസ് കിട്ടി. ഇനി നിങ്ങൾക്ക് മനസ്സിലായി ഇക്വേഷൻ വെച്ച് ഇക്വലന്റ് മാസ് 70% ഓക്സിജൻ ആണെങ്കിൽ 70 ഗ്രാം ഓക്സിജൻ. അപ്പോൾ ബാക്കി 30 ഗ്രാം എന്ന് പറയുന്ന മെറ്റൽ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇനി യൂണിറ്ററി മെത്തേഡ് പറ. 70 ഗ്രാം ഓക്സിജന് 30 ഗ്രാം മെറ്റൽ ആവശ്യം വന്നു അല്ലേ? 30 ഗ്രാം മെറ്റൽ ആവശ്യം. 1 ഗ്രാം ഓക്സിജനോ 30/70 ഗ്രാം മെറ്റൽ. Therefore 1 ഗ്രാം ഓക്സിജൻ ആണോ നമുക്ക് ആവശ്യം? അല്ല, ഓക്സിജൻ്റെ ഇക്വലന്റ് വെയിറ്റ് 8 ഗ്രാം. സോ 8 ഗ്രാം ഓക്സിജന് 30/70 ഇൻറ്റു 8 ഗ്രാം മെറ്റൽ. ആ 2 വാല്യൂ നോക്ക്. 30/70 ഇൻറ്റു 8. 30/70 ഇൻറ്റു 8. അപ്പോൾ ഏത് മെത്തേഡ് വേണമെങ്കിലും ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഇക്വേഷൻ മെത്തേഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ യൂണിറ്ററി മെത്തേഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇക്വലന്റ് മാസിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ഇപ്പം നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ്, നമ്പർ ഓഫ് ഇക്വലൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കണം. പ്രോബ്ലം ചെയ്യാൻ ഇത് വെച്ചിട്ട് നിങ്ങൾ ഈ 6 ഇക്വേഷൻ ഉണ്ട്. ഒരു ഇക്വേഷൻ പഠിച്ചാൽ എല്ലാ ഇക്വേഷൻ പഠിച്ച പോലെയാണ്. അപ്പം ആ 3 6 ഇക്വേഷൻസ്. ആ ഇക്വേഷൻസ് നല്ല വൃത്തിയായിട്ട് ഓർത്ത് വെക്കണം. ഇത് ഇക്വേഷൻസ് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇത് അല്ലേ കോമ്പിനേഷൻ. ഇക്വലന്റ് വെയിറ്റ് ഓഫ് മെറ്റൽ ഈക്വൽ ടു വെയിറ്റ് ഓഫ് മെറ്റൽ ബൈ വെയിറ്റ് ഓഫ് ഹൈഡ്രജൻ ഇൻറ്റു 1. ഹൈഡ്രജൻ്റെ ഇക്വലന്റ് വെയിറ്റ് 1. അല്ലെങ്കിൽ വെയിറ്റ് ഓഫ് മെറ്റൽ ബൈ വോളിയം ഓഫ് ഹൈഡ്രജൻ ഇൻറ്റു 11.2. ഓക്സിജൻ ഇക്വലന്റ് വെയിറ്റ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് മെറ്റൽ ബൈ വെയിറ്റ് ഓഫ് ഓക്സിജൻ ഇൻറ്റു 8. ഇക്വലന്റ് വെയിറ്റ് ഓഫ് ഓക്സിജൻ 8. ഇവിടെ വെയിറ്റ് ഓഫ് മെറ്റൽ ബൈ വോളിയം ഓഫ് ഓക്സിജൻ ഇൻറ്റു 5.6 ഇക്വലന്റ് വോളിയം. ക്ലോറിൻ ഇക്വലന്റ് വെയിറ്റ് ഓഫ് മെറ്റൽ ഈക്വൽ ടു വെയിറ്റ് ഓഫ് മെറ്റൽ ബൈ വെയിറ്റ് ഓഫ് ക്ലോറിൻ ഇൻറ്റു 35.5. ഇവിടെ വെയിറ്റ് ഓഫ് മെറ്റൽ ബൈ വോളിയം ഓഫ് ക്ലോറിൻ ഇൻറ്റു 11.2. അപ്പോൾ ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏത് പ്രോബ്ലം വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ എന്നും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണം. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.